ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കക്ഷികൾ ബിൽ അവതരണത്തെ എതിർത്തു. സൂക്ഷ്മ പരിശോധനയ്ക്കായി ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കുറഞ്ഞ ചെലവിലുള്ള മെഡിക്കൽ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി ലോകവേദിയിൽ ഇന്ത്യ വികസിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആന്ധ്രാപ്രദേശിൽ മംഗളഗിരി എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ ഊർജ്ജം, റോഡ്, റെയിൽവേ, ജലം എന്നിവയുമായി ബന്ധപ്പെട്ട 46,300 കോടി രൂപയുടെ 24 പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. രാജസ്ഥാൻ ഗവൺമെന്റിന്റെ 1ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ശബരി റെയിൽ പദ്ധതി 2 ഘട്ടമായി നടപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലയ്ക്കൽ പാത പൂർത്തീകരിക്കും. നിർമ്മാണ ചെലവിന്റെ 50% തുക കിഫ്ബി വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന്റെ സഹകരണത്തോടെ നോർക്ക റൂട്ട്സ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം നാളെ കോഴിക്കോട് നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശം നൽകും. മന്ത്രി വി അബ്ദുറഹ്മാൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ആവശ്യമായ എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ ഉറപ്പാക്കാൻ സർക്കാർ ഉടൻ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്നദ്ധ സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിലേക്ക് കാസർഗോഡ് ജില്ലയിൽ പരാതികൾ സ്വീകരിച്ചു തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിലേക്ക് കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ 297 പരാതികൾ സ്വീകരിച്ചു. കാസർഗോഡ് ജില്ലയിൽ അദാലത്ത് ഡിസംബർ 28 മുതൽ ജനുവരി 6 വരെ നടക്കും. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ എന്നിവർ നേതൃത്വം കൊടുക്കും. അദാലത്തിലേക്കുള്ള പരാതികൾ ജില്ലയിൽ ഡിസംബർ 23 വരെ അപേക്ഷ സമർപ്പിക്കാം. കേരളത്തിൽ തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, ദേശീയപാത അതോറിറ്റി, റോഡ് സുരക്ഷാ വിഭാഗം എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സംസ്ഥാനത്തെ 24 ആയുഷ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ 14.05 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ. തിരുവനന്തപുരം കോട്ടൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം പേരൂർക്കട ജില്ലാ മാതൃകാ ആശുപത്രിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നാളെ നിർവഹിക്കും. കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസ് വർഗീസിന്റെ സംസ്കാരം ചേലാട് കുറുമറ്റം സെമിത്തേരിയിൽ നടന്നു. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോതമംഗലത്ത് വനം വകുപ്പ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. വയനാട് മാനന്തവാടിയിൽ ഗോത്രവിഭാഗക്കാരൻ മാതനെ കാറിൽ വലിച്ചിഴച്ചു കൊണ്ടുപോയ സംഭവത്തിൽ പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ലഭ്യമാക്കാൻ മാനന്തവാടി ഡിവൈഎസ്പിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംഭവത്തിൽ കമ്പളക്കാട് സ്വദേശികളായ ഹർഷിദ്, അഭിരാം എന്നിവർ പിടിയിലായി. മികച്ച പ്രേക്ഷക പങ്കാളിത്തവുമായി തിരുവനന്തപുരത്ത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തുടരുന്നു. 6ാം ദിനമായ നാളെ ഗോൾഡൻ ഗ്ലോബ്, കാൻ ചലച്ചിത്രമേളകളിൽ തിളങ്ങിയ 7 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. സർക്കാർ അതിഥി മന്ദിരങ്ങളിലൂടെ കഴിഞ്ഞ 3 വർഷത്തിൽ 20 കോടിയുടെ അധിക വരുമാനം ലഭിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. സുൽത്താൻ ബത്തേരിയിൽ നവീകരിച്ച സർക്കാർ അതിഥി മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ബോർഡർ ഗവാസ്കർ ട്രോഫി 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ഫോളോ ഓൺ ഒഴിവാക്കി. 4ാം ദിനം കളി അവസാനിപ്പിച്ചപ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 9 വിക്കറ്റിന് 252 എന്ന നിലയിലാണ്. നിലവിൽ 193 റൺസ് പിന്നിലാണ് ഇന്ത്യ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം പുരോഗമിക്കുന്നു. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19.4 ഓവറിൽ 9 വിക്കറ്റിന് 155 റൺസ് എന്ന നിലയിലാണ്. രാജ്യത്ത് ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1064 പോയിന്റ് ഇടിഞ്ഞ് 80,684-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 332 പോയിന്റ് താഴ്ന്ന് 24,336-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 80 രൂപ കൂടി 57,200 രൂപയും ഗ്രാമിന് 10 രൂപ കൂടി 7,150 രൂപയുമായി. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ആയുർവേദ ENT ആശുപത്രിയുടെ തറക്കല്ലിടൽ മന്ത്രി വീണ ജോർജ് നാളെ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിർവഹിക്കും. ദേശീയ ആയുഷ് മിഷന്റെ 2.5 കോടി രൂപയോളം ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.